ഹലോ, ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റെഡി മിക്സ്ഡ് കോൺക്രീറ്റ് ആണ്, RMC. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഐവിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാന്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാൻ എന്ന് പറയുമ്പം അതിൻ്റെ ട്രക്ക് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പോകുമ്പോഴൊക്കെ ഇവിടെ റോഡിലൂടെയൊക്കെ ട്രക്കിൽ ലോറി പോലെ തോന്നില്ലേ റെഡി മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു വെഹിക്കിൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ഓൾറെഡി മിക്സ് ചെയ്തിട്ട് സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. റെഡി മിക്സ് എന്നാണ്, റെഡി ആയിട്ട് മീൻസ് റെഡി മിക്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പ്രീ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. ഓക്കെ, സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ റെഡി മിക്സ് കോൺക്രീറ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ, അപ്പോൾ ഇതിൽ നോക്കി ഇതാണ് റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാന്റിൻ്റെ മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ വെർട്ടിക്കൽ കമ്പോണൻറ്റിനകത്തും എന്താ ഉണ്ടാവുക, അഗ്രിഗേറ്റ്, സിമെൻറ്റ്, സാൻഡ്, അങ്ങനെ ഓരോ സംഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എത്രയാണ് നമ്മൾ അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു യൂണിറ്റ് കണ്ട, ഇവിടെ ഒരു ബിൽഡിംഗ് ഒരു യൂണിറ്റ് ഉണ്ട്, അതിനുള്ളിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഇത്രയാണ് അതിൻ്റെ വെയിറ്റ്, ഇത്രയാണ് അതിൻ്റെ റേഷ്യോ, ഇത്ര സാൻഡ് വേണം, ഇത്ര സിമെൻറ്റ് വേണം, അങ്ങനെയാണെങ്കിൽ അത്രയും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് അത്രയും അഗ്രിഗേറ്റ്സ്, സിമെൻറ്റും സാൻഡും എല്ലാ അഗ്രിഗേറ്റും ഇവിടെ ഒരു പ്ലാന്റിലെത്തിയിട്ട് അവിടുന്ന് മിക്സ് ചെയ്തിട്ട് ഇതുവഴി നമ്മൾ ട്രാൻസിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ട്രക്ക് വെച്ചിട്ട് ആ ട്രക്കിൽ ആണ് ഇത് കൊണ്ടുപോകുന്നത്. ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് മിക്സ് ചെയ്യാം, എല്ലാം കൂട്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ മിക്സ് ചെയ്ത് ട്രക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ജസ്റ്റ് നമ്മളെ സൈറ്റിൽ എത്തിച്ചാൽ മതി. അല്ലാത്ത കേസിൽ നമ്മൾ ജസ്റ്റ് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് എടുത്തിട്ട് അത് ട്രക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ട്രക്കിൽ നിന്ന് നമ്മൾ മിക്സ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലത്തെ ട്രക്കിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. എക്സാമ്പിളായിട്ട് കണ്ടോ, ഇതുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ലോറിയിൽ ഇങ്ങനത്തെ ഒരു ട്രക്ക് റെഡി മിക്സ് കോൺക്രീറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഫിഗറൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും. അതെ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഫിഗറാണത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിനൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് പഠിക്കാം. റെഡി മിക്സ് കോൺക്രീറ്റ് RMC is a concrete whose consistents are batched at a central batching plant. അതായത് അതിൻ്റെ കൺസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഒരു സെൻട്രൽ ബാച്ചിങ് പ്ലാന്റിലാണ് നമ്മൾ ബാച്ച് ചെയ്തെടുക്കുന്നത്. അതായത് ബാച്ച് എന്ന് വെച്ചാൽ എന്താണ്, വോളിയം ബാച്ചിങ്, മെയിൻ ബാച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എമൗണ്ട് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സെൻട്രൽ ബാച്ചിങ് പ്ലാന്റ് എന്നാണ്. മിക്സ്ഡ് ഐദർ അറ്റ് ദ പ്ലാന്റ് ഓർ എൻ റൂട്ട് ഇൻ ട്രക്ക് മിക്സർ. മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നുകിൽ ആ പ്ലാന്റ് തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രക്കിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ എവിടെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത്, അവിടത്തേക്ക് ഡയറക്റ്റ്ലി പമ്പിങ്ങോ ഷോർട്ട് ക്രീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി പമ്പ് ചെയ്യും, ഡെലിവർ ചെയ്യും. അങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൺജസ്റ്റഡ് സൈറ്റിലാണ്. അതായത് സൈറ്റിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാനും കോൺക്രീറ്റ് മിക്സിങ്ങിനൊക്കെയുള്ള സ്ഥലം കുറവാണ്, കൺജസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. Produced under factory condition, permit close control of all operation of manufacture and transportation of fresh concrete. Factory condition വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, one of the most versatile and popular building material, durability, low cost and ability to customized for various application. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓരോ നമ്മളെ ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ അത് മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി റിക്വയർഡ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ കസ്റ്റമർ. എത്രയാണ് വേണ്ടത്, ഏത് ടൈപ്പ് ക്വാളിറ്റി വേണമെന്ന് നമുക്ക് കസ്റ്റമർ പറഞ്ഞു കൊടുത്തതിന് അത്രയും എമൗണ്ട്, അത്രയും ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് മിക്സ് ചെയ്ത് സെൻട്രൽ ബാച്ചിങ് പ്ലാനിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് എത്തിക്കും. അതാണ് റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: സുപ്പീരിയർ ക്വാളിറ്റി, റെഡ്യൂസ്ഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ, എലിമിനേറ്റ് ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് മെറ്റീരിയൽ. ഞാൻ പറഞ്ഞു, നമുക്ക് കൺസിസ്റ്റഡ് ആയിട്ടാണെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല, മിക്സ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്ത കേസിൽ നമുക്ക് സ്റ്റോറേജ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള പ്രോബ്ലംസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ് സൂപ്പർവിഷൻ ആൻഡ് ലേബർ കോസ്റ്റ്. ഓക്കെ, ലേബർ കോസ്റ്റ്, സൂപ്പർവിഷൻ കോസ്റ്റ് ഒന്നും കൊടുക്കണ്ട കോൺക്രീറ്റ് മിക്സിങ്ങിനും അതിൻ്റെ ബാച്ചിങ്ങിനുള്ള. സേഫ് ആൻഡ് ഹൈജീൻ കണ്ടീഷൻ ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഫ്ലക്ച്വേഷൻ ഓഫ് റോ മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ എലിമിനേറ്റ്. നമുക്ക് കറക്റ്റ് ടൈമിൽ ആ പർട്ടിക്കുലർ സാൻഡോ അഗ്രിഗേറ്റ്സോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റോഡ്സ് ആൻഡ് ഫുട്പാത്ത് ആർ നോട്ട് ബ്ലോക്ക്ഡ്, ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ്. ഫുട്പാത്തും ബ്ലോക്കൊന്നും ഇങ്ങനെ
നമ്മൾ ഇതിൻ്റെ എന്താണ് കൺസ്ട്രക്ഷൻ്റെ കേസിൽ അത് ബ്ലോക്കേജിലെ പ്രശ്നങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു സെൻട്രൽ ബാച്ചിങ് പ്ലാന്റ് മാത്രം ബാച്ചിങ്ങും മിക്സിങ്ങും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്ലേസിങ് നോക്കാം. പ്ലേസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. RMC is ordered and supplied by volume, cubic meter, വോള്യത്തിലാണ്. എം ക്യൂബിലാണിത് ഓർഡർ ചെയ്യുന്നത്. ഇത്ര എം ക്യൂബ് വോള്യത്തിൽ, ഇത്ര എം ക്യൂബ് ക്വാണ്ടിറ്റീവ് ആണെന്ന്, അങ്ങനെ വോള്യത്തിലാണ് നമ്മൾ ഓർഡർ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയല്ല ഓർഡർ ചെയ്യാം. ഫസ്റ്റ് വൺ റെസിപ്പി ബാച്ച്, സെക്കൻഡ് വൺ പെർഫോമൻസ് ബാച്ച്, തേർഡ് വൺ പാർട്ട് പെർഫോമൻസ് ആൻഡ് പാർട്ട് റെസിപ്പി. റെസിപ്പി ബാച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസർ ഉണ്ടല്ലോ, നമുക്ക് പർച്ചേസർക്ക് പറയാം ഇത്ര പ്രപ്പോർഷനാണ് കോൺക്രീറ്റ് വേണ്ടത്. അതായത് ഇത്ര പ്രപ്പോർഷൻ ഈ ഒരു എമൗണ്ട് ഓഫ് കോൺക്രീറ്റിനകത്ത് ഇത്ര പ്രപ്പോർഷൻ സിമെൻ്റ് ഉണ്ടായിരിക്കണം, ഇത്ര പ്രപ്പോർഷൻ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം, ഇത്ര പ്രപ്പോർഷൻ അഡ്മിക്ചർ ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്ര എമൗണ്ടാണ് വേണ്ടത് എന്ന്, എത്ര എമൗണ്ടാണ് ഓരോ സംഭവം അഗ്രിഗേറ്റ്സ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പർച്ചേസറിന് സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റെസിപ്പി ബാച്ചിനകത്ത്. എന്നിട്ട് പ്രൊഡ്യൂസറാണ് അങ്ങനെ ആ പർച്ചേസർ പറഞ്ഞ അത്ര എമൗണ്ട് ഓഫ് ഇതൊക്കെ വേണമെന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസർ ഇത്ര സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, സ്ട്രെങ്ത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിനെ ഡിപ്പെൻഡ് ചെയ്യും. അവർ ജസ്റ്റ് ഇത്ര എമൗണ്ട് വേണമെന്നേ പറയുന്നുള്ളൂ, പക്ഷേ എത്ര സ്ട്രെങ്ത് ആണെന്നുള്ളത് അസ്യൂം ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കും. അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് പെർഫോമൻസ് ബാച്ച്. പെർഫോമൻസ് ബാച്ച് ആണെങ്കിൽ പർച്ചേസർ പറയും എനിക്കൊരു M25 കോൺക്രീറ്റ് ആണ് വേണ്ടത്, അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ M25 സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എത്ര എമൗണ്ട്സിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പ്രൊഡ്യൂസർ RMC പ്ലാന്റിൻ്റെ പ്രൊഡ്യൂസറിന് ഡിസൈഡ് ചെയ്തിട്ട് അവർ തീരുമാനിക്കും. ഓക്കെ, അതാണ് പെർഫോമൻസ് ബാച്ച്. അതായത് പർച്ചേസർ ജസ്റ്റ് പെർഫോമൻസ് ഇത്രയാണ് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി വേണ്ടത്, അതായത് ഇത്ര ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം മാത്രം പറയും. അപ്പോൾ അതിൻ്റെ എമൗണ്ടൊക്കെ എത്രയാണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യണം, ആര്, പ്രൊഡ്യൂസർ. ഇനി പാർട്ട് പെർഫോമൻസ് ആൻഡ് പാർട്ട് റെസിപ്പി. പാർട്ട് പെർഫോമൻസും പാർട്ട് റെസിപ്പിയിൽ എന്താണ്, ഈ പർച്ചേസർ മിനിമം കണ്ടൻറ്റ് സിമെൻറ്റ് ഇത്ര ഉണ്ടായിരിക്കണം, മിനിമം ഇത്രയാണ് അഡ്മിക്ചർ, ഏതൊക്കെ അഡ്മിക്ചേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ ടൈപ്പ് ഓഫ് അഡ്മിക്ചർ എന്തായാലും യൂസ് ചെയ്യണം, അതുപോലെ അതിൻ്റെ മിനിമം സ്ട്രെങ്ത് ഇത്രയെങ്കിലും വേണം എന്നൊക്കെ പർച്ചേസർ പറയും. എന്നിട്ട് മാനുഫാക്ചർ അതിനനുസരിച്ചിട്ട് അയാൾ പറഞ്ഞ ഈ കൺസ്ട്രെയിൻസൊക്കെ കൺസിഡർ ചെയ്തിട്ട് എന്താണ് മാനുഫാക്ചർ പ്രൊഡ്യൂസർ കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് 3 മെത്തേഡ്. ഒന്ന് റെസിപ്പി ബാച്ച്. റെസിപ്പി എന്ന് വെച്ചാൽ ഇതൊക്കെ എത്ര എമൗണ്ട് എന്ന് പറയില്ല, ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവണമെന്ന് സ്പെസിഫൈ ചെയ്യും. സിമെൻറ്റ് ഇന്നതായിരിക്കണം, മറ്റേത് അഡ്മിക്ചർ ഇന്നതായിരിക്കണം, അങ്ങനെ എത്ര എമൗണ്ടിലാണെന്നും പറയില്ല. അപ്പോൾ എത്ര എമൗണ്ടാണ്, എത്ര സിമെൻ്റ് ആണെന്നൊക്കെ പ്രൊഡ്യൂസർ കൺസിഡർ ചെയ്തിട്ട് അവരതിൻ്റെ സ്ട്രെങ്ത്ത് അപ്പോൾ സ്ട്രെങ്ത്ത് എത്രയായിരിക്കും എന്നുള്ളത് ആ പ്രൊഡ്യൂസറായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് ആണെങ്കിൽ ഇത്ര ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വേണം എന്നുള്ളത് അവർ പറയും പർച്ചേസർ. മറ്റേതാണെങ്കിൽ പാർട്ട് പെർഫോമൻസ് ആണ് മിനിമം ഓരോ കണ്ടൻറ്റും ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അതാണ് 3 മെത്തേഡ് ഓർഡർ ചെയ്യാനുള്ള. ഇനി പ്രപ്പോർഷനിങ് ഓഫ് RMC എന്ന് പറയുന്നത്, RMC embodies the concept of treating concrete as building material rather than ingredient. Okay, proportioning of RMC aims at obtaining an economical and practical combination of materials to produce concrete with desired property. അതായത് പെർട്ടിക്കുലർ ഡിസൈഡ് പ്രോപ്പർട്ടിയിലുള്ള എക്കണോമിക്കലും അതുപോലെ തന്നെ പ്രാക്ടിക്കബിൾ ആവുന്ന കോമ്പിനേഷനിൽ കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പ്രപ്പോർഷൻ ചെയ്യാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന ടൈപ്പ് അഗ്രിഗേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഫ്ലൈ ആഷും അതർ സപ്ലിമെൻ്ററി അഡ്മിക്ചേഴ്സൊക്കെ നമുക്ക് നോർമലി നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ടൈപ്പ് അഡ്മിക്ചറാണെന്ന് വെച്ചാൽ എയർ എൻട്രെയിനിങ് അഡ്മിക്ചർ, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്ചർ, ഫൈബർ ഇൻകോർപ്പറേറ്റഡ് അഡ്മിക്ചർ, അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും RMCനകത്ത്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റോറേജ് ഓഫ് കൺസിസ്റ്റൻറ്റ് മെറ്റീരിയൽ നമ്മൾ ബാച്ചിങ് പ്ലാന്റിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. അഗ്രിഗേറ്റ്സ്, സിമെൻറ്റ് ആൻഡ് അഡിറ്റീവ്സ്, അഡ്മിക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു ബാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ബാച്ചിങ് പ്ലാന്റ്, റെഡി മിക്സ് പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും.
അങ്ങനെ ബ്ലാച്ചിങ് പ്ലാനിൽ ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് ഓരോ അഗ്രിഗേറ്റ് വേറെ, സിമെൻറ്റ് വേറെ, അഡിറ്റീവ്സ്, അഡ്മിക്സർ അങ്ങനെ വേറെ വേറെ ആയിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതെല്ലാം ഓരോന്ന് എത്ര എമൗണ്ടാന്ന് വെച്ചാൽ ഈ വെസലിലേക്ക് വന്നിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം. പ്രൊട്ടക്റ്റഡ് ഫ്രം വെതർ ആയിരിക്കണം. സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഷുഡ് ബി സ്റ്റോർഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട അത്രയും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. റെക്കമെൻഡേഷൻ ഓഫ് മാനുഫാക്ചർ ഫോർ സ്റ്റോറേജ് ഷാൾ ബി ഓൾവേസ് ഫോളോ ചെയ്യണം. സിമെൻറ്റ് ആൻഡ് അഡിറ്റീവിൻ്റെ കേസിൽ ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ അഡ്വാൻസ്, അത്രയാണ് പറയുന്നത് അതിൻ്റെ കേസിൽ. ഇനി മിക്സിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ട്രയൽ മിക്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് എനി എഫിഷ്യൻറ്റ് കോൺക്രീറ്റ് മിക്സർ സച്ച് ആസ് പാഡിൽ മിക്സർ. അങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് മിക്സർ യൂസ് ചെയ്തിട്ടായിരിക്കണം ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രിലിമിനറി ട്രയൽ നീഡ് ടു ബി ക്യാരിഡ് ഔട്ട് ടു അസർട്ടൈൻ ദ എഫിഷ്യൻസി ഓഫ് മിക്സർ ആൻഡ് ഒപ്റ്റിമം സീക്വൻസ് ഫോർ അഡീഷണൽ കൺസിസ്റ്റൻറ്റ്. എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മിക്സറിൻ്റെ പ്രിലിമിനറി ട്രയൽസ് ചെയ്ത് നോക്കണം. ഓക്കെ. അതൊക്കെയാണ് മിക്സിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ട്രയൽ മിക്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനടുത്ത് പ്ലാന്റ് ആൻഡ് മിക്സിംഗ് പ്രൊസീജിയർ. മിക്സിംഗ് ഷുഡ് ബി സച്ച് ദാറ്റ് റിസൾട്ട് ഇൻ എ യൂണിഫോം മിക്സ് വിത്തൗട്ട് എനി ബോളിങ്. അതായത് യൂണിഫോം മിക്സിംഗ് ആയിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത്. മിക്സിംഗ് പ്രൊസീജിയർ ശ്രദ്ധിക്കേണ്ടത്. അഡ്മിക്സർ ഷുഡ് നോട്ട് ബി ആഡഡ് ഡയറക്ട്ലി ടു ഡ്രൈ കൺസിസ്റ്റൻറ്റ് ബട്ട് ഡിസ്പെൻഡഡ് ടുഗദർ വിത്ത് ഓർ ഇൻ ദ മിക്സിംഗ് വാട്ടർ. അഡ്മിക്സർ ഡ്രൈ മിക്സുമായിട്ട് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ എയർ എൻട്രെയിനിങ് അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യണം. അവർ ബെസ്റ്റ് ആഡഡ് ബിഫോർ സൂപ്പർ പ്ലാസസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ അത് ആഡ് ചെയ്യാം. അതാണ് മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മെത്തേഡ് ഫോർ ലോഡിങ് മിക്സർ. മെത്തേഡ് ടു ലോഡ് ദ മിക്സർ. ഫ്രീ ഫാൾ മിക്സറും ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സറും ഉണ്ട്. രണ്ട് ടൈപ്പാണ് ലോഡിങ് മിക്സർ ഉള്ളത്. ഫ്രീ ഫാൾ മിക്സർ എന്ന് വെച്ചാൽ in the first instant approximately 2/3 of the mixer water is added in the mixer and is followed by aggregate and cement. When a uniform mix is obtained, the remaining mixing water and the superplasizer added. ആദ്യം ചെയ്യുന്നത് ഫ്രീ ഫാളിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 2/3 ഓഫ് മിക്സിംഗ് വാട്ടർ ആഡ് ചെയ്യും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ. എന്നിട്ട് അത് മിക്സ് ചെയ്യും. അഗ്രിഗേറ്റ് സിമെൻറ്റ് ആഡ് ചെയ്തിട്ട് 2/3 വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റിമൈനിങ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് യൂണിഫോം മിക്സർ കിട്ടിക്കഴിഞ്ഞാൽ ഈ റിമൈനിങ് വാട്ടറും സൂപ്പർ പ്ലാസൈസറും ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ദെൻ ട്രക്ക് മിക്സർ റിക്വയർ അഡീഷണൽ മിക്സിംഗ് ടൈം ഫോർ RMC as they are less efficient than plant mixer. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ട്രക്കിനകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സർ. ആദ്യം നമ്മൾ ഫ്രീ ഫാൾ മിക്സർ നോക്കി. ഇനി ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സറിൻ്റെ അകത്ത് അഗ്രിഗേറ്റ് ആഡഡ് ടു ദ മിക്സർ ഫസ്റ്റ് അലോങ് വിത്ത് സിമെൻറ്റ് followed by main mixing water and superplasizer. When admixtures are used, it is added with the final water. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫ്രീ ഫോളിനകത്ത് 1/3 വാട്ടറും സിമെൻറ്റും അഗ്രിഗേറ്റും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യും, ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിന് യൂണിഫോം മിക്സ് കിട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള വാട്ടറും സൂപ്പർ പ്ലാസൈസർ ആഡ് ചെയ്യുന്നത്. എന്നാൽ ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സറിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിൽ അഗ്രിഗേറ്റ് മൊത്തമായിട്ട് ആഡ് ചെയ്യും, അഗ്രിഗേറ്റും സിമെൻറ്റും ഫുള്ളായിട്ട് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ മിക്സിംഗ് വാട്ടറും സൂപ്പർ പ്ലാസൈസർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഈ RMCൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. RMCൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസിറ്റ് മിക്സ്ഡ് ഓർ ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ് ആണ്. സെക്കൻഡ് സ്ട്രിങ് മിക്സ്ഡ് കോൺക്രീറ്റ്. തേർഡ് സെൻട്രൽ മിക്സ്ഡ് കോൺക്രീറ്റ്. ട്രാൻസിറ്റ് മിക്സ്ഡ് ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാച്ചിങ് പ്ലാന്റ് നിന്ന് മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ ബാച്ചിങ് പ്ലാനിൽ നിന്ന് ജസ്റ്റ് അതിൻ്റെ എമൗണ്ട് എത്രയാണ്, ക്വാണ്ടിറ്റി എത്ര അഗ്രിഗേറ്റ് ആണ്, എത്ര സിമെൻ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ബാച്ച് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ട്രക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ട്രക്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ട്രാൻസിറ്റ് ട്രക്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ട്രക്ക് അല്ലെങ്കിൽ ട്രാൻസിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ ട്രാൻസിറ്റിനെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ അത് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആ സൈറ്റിലെത്തിയതിന് ശേഷം മിക്സിങ് നടത്തുക. അതാണ് ട്രക്ക് മിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ബാച്ചിൽ നിന്ന് ജസ്റ്റ് അതിൻ്റെ ബാച്ചിങ് മാത്രം, അതായത് എത്രയാണ് എമൗണ്ട് വേണ്ടത്, ഇൻഗ്രീഡിയൻസ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് മാത്രം കണ്ടുപിടിക്കും. എന്നിട്ട് ആ റോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡയറക്റ്റ്ലി ട്രക്ക് മിക്സറിനകത്തേക്ക് അതിനകത്തേക്ക് മാറ്റും, ചാർജ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ട്രക്ക് മിക്സറിനകത്തേക്ക് മാറ്റിയിട്ട് അതിനകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ട്രക്ക് മിക്സറിൻ്റെ അകത്തുനിന്നാണ്. അതിനുശേഷം ട്രക്ക് മിക്സറിൻ്റെ അകത്ത് നിന്ന് ഈ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്താണ് മിക്സ് ചെയ്യുന്നത്. അതാണ് ട്രാൻസിറ്റ് മിക്സർ. ഇനി അടുത്ത സ്ട്രിങ് മിക്സർ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് നമ്മൾ പാർഷ്യലി നമ്മൾ സെൻട്രൽ ബാച്ചിങ് പ്ലാനിൽ മിക്സ് ചെയ്യും. അങ്ങനെ പാർഷ്യലി മിക്സ് ചെയ്ത കോൺക്രീറ്റ് നമ്മൾ ട്രക്കിൻ്റെ അകത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് ബാക്കി മിക്സിങ് ട്രക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് സൈറ്റിലെത്തിയാലോ ബാക്കി മിക്സിങ് നടത്തും. അപ്പോൾ പാർഷ്യലി നമ്മൾ സൈറ്റിൽ നിന്ന് സെൻട്രൽ ബാച്ചിങ് പ്ലാന്റിൽ നിന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ മിക്സ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനെ മിക്സ് ചെയ്യും. ഏതാണോ നമ്മൾ ടൈപ്പ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ 2 മെത്തേഡ് ഉണ്ട്, ഫ്രീ ഫാളും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആക്ഷൻ മിക്സറും. അപ്പോൾ ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ചൂസ് ചെയ്തിട്ട് നമ്മൾ സെൻട്രൽ ബാച്ചിങ് പ്ലാന്റിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുക, നമ്മൾ ട്രക്കിനകത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, അതാണ് 3 മെത്തേഡ്. ട്രാൻസിറ്റ് മിക്സർ എന്ന് വെച്ചാൽ ട്രക്കിൽ നിന്ന് തന്നെ മിക്സ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത്. സ്ട്രിങ് മിക്സർ ആണെങ്കിൽ പ്ലാന്റിൽ നിന്ന് പാർഷ്യലി മിക്സ് ചെയ്തിട്ട് ബാക്കി ട്രക്കിൽ നിന്ന്. അതിനുശേഷം സെൻട്രൽ മിക്സഡ് ആണെങ്കിൽ ബാച്ചിൽ നിന്ന് കംപ്ലീറ്റ്ലി ബാച്ചിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാന്റിൽ നിന്ന് തന്നെ മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് RMCൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ RMC നമ്മൾ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ സൈറ്റിൽ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ നമുക്ക് പമ്പ് വെച്ചിട്ട് ചെയ്യാം. പമ്പിങ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ RMC പ്ലാനിൽ ഡയറക്റ്റ് ഒരു പമ്പ് കണക്ട് ചെയ്തിട്ട് അത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കണക്ട് കൊടുത്ത് നമ്മൾ എവിടെയാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ടത്, ഫോം വർക്ക് ചെയ്ത് അവിടത്തേക്ക് പിടിച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, പമ്പ് മിക്സിംഗ് എന്ന് പറയുന്നത്. പമ്പ് മിക്സിംഗ് എന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നെന്ന് പറയുന്നത് ചൂട്ട് അല്ലെങ്കിൽ സ്കിപ്പ് മിക്സിംഗ് ആണ് അടുത്തത്. അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് ഡിസ്ചാർജ് ഫ്രം ട്രക്ക് ത്രൂ ദ ചൂട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇൻറ്റു എ സ്കിപ്പ്. അങ്ങനെ 2 മെത്തേഡാണ് മെയിൻലി RMC ഡിസ്ചാർജ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും RMCയുടെ പഠിക്കാനുള്ളത്. എന്താണ് RMC, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക, RMCൻ്റെ അതിൻ്റെ മിക്സിംഗ് പ്രൊസീജിയർ, പിന്നെ എങ്ങനെയാണ് നമ്മൾ RMCയിൽ ഓർഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും വായിച്ചു നോക്കുക.